ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ഓഗസ്റ്റ് 14 വിശുദ്ധ മാക്സിമില്യൻ കോൾബയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് തടവറയിൽ അടക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച പോളണ്ടിലെ ഒരു വൈദികനായിരുന്നു വിശുദ്ധ മാക്സിമില്യൻ കോൾബെ. 1894 ജനുവരി 8 പോളണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് റെയ്മണ്ട് കോൾബെ എന്ന മാക്സിമില്യൻ മേരി കോൾബെ ജനിച്ചത്. 1910 തന്നെ ദൈവത്തിന് അടിയറ വച്ച് കൊണ്ട് ദൈവസേവനത്തിനായി വിശുദ്ധൻ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. പിന്നീട് റോമിലേക്ക് അയക്കപ്പെട്ട വിശുദ്ധൻ അവിടെ വെച്ച് 1918 പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. 1919 പോളണ്ടിൽ തിരിച്ചെത്തിയ ഫാദർ മാക്സിമില്യൻ പരിശുദ്ധ കന്യകയോടുള്ള അഗാധമായ സ്നേഹത്താൽ കന്യകാ മാതാവിനു വേണ്ടി 1917 ഒക്ടോബർ 6 സ്ഥാപിതമായ അമലോത്ഭവ സൈന്യം എന്ന സംഘടനയുടെ പ്രചാരത്തിൽ മുഴുകി. 1927 വാഴ്സോക്ക് സമീപമുള്ള നിപ്പോകാലനോവ് എന്ന സ്ഥലത്ത് അമലോത്ഭവ നഗരം എന്ന ആത്മീയ കേന്ദ്രം വിശുദ്ധൻ സ്ഥാപിച്ചു. ആരംഭ കാലഘട്ടങ്ങളിൽ അമലോത്ഭവ നഗരത്തിൽ 18 സന്യാസികൾ ഉണ്ടായിരുന്നിടത്ത് 1939 ആയപ്പോഴേക്കും ഏതാണ്ട് 650ഓളം സന്യാസികളുമായി വികസിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ആത്മീയ ഭവനമായി തീരുകയും ചെയ്തു. തൻ്റെ ഉത്സാഹപൂർണമായ പ്രഘോഷണങ്ങളും എഴുത്തുകളും വഴി വിശുദ്ധൻ യൂറോപ്പിലും ഏഷ്യയിലും നിരവധി പ്രേക്ഷിത ദൗത്യങ്ങൾ നിറവേറ്റി. മറിയം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഒരു ഉപാധി എന്ന നിലയിൽ അവിടുത്തെ സന്യസ്തർ ആധുനിക അച്ചടി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. അതുമൂലം അവർക്ക് നിരവധി മതപ്രബോധന കഥകളും ആത്മീയ ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചു. ഏതാണ്ട് 2,30,000 വരിക്കാരുള്ള ഒരു ദിനപത്രം, 10 ലക്ഷത്തിലധികം വരിക്കാരുള്ള ഒരു മാസവാരിക തുടങ്ങിയവ ഇവിടെ നിന്നും പ്രസിദ്ധീകരിച്ചു. ഒരു ചെറിയ റേഡിയോ നിലയവും വിശുദ്ധ മാക്സിമില്യൻ കോൾബെ അവിടെ സ്ഥാപിച്ചിരുന്നു. കൂടാതെ ഒരു ചലച്ചിത്ര സ്റ്റുഡിയോ ആരംഭിക്കുവാനുള്ള പദ്ധതിയും വിശുദ്ധൻ തയ്യാറാക്കിയിരുന്നു. ശരിക്കും ആധുനിക ബഹുജന മാധ്യമങ്ങളുടെ ഒരു അപ്പസ്തോലൻ തന്നെയായിരുന്നു വിശുദ്ധൻ. 1930 ജപ്പാനിലെ നാഗസാക്കിയിലും വിശുദ്ധൻ ഇത്തരമൊരു അമലോത്ഭവ നഗരം സ്ഥാപിച്ചിരുന്നു. നൂതനമായ ആശയങ്ങൾ ഉണ്ടായിരുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ ആയിരുന്നു വിശുദ്ധൻ. മാതാവിൻ്റെ അമലോത്ഭവ ഗർഭധാരണത്തെ കുറിച്ചുള്ള വിശുദ്ധൻ്റെ ഉൾക്കാഴ്ചകൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മറിയൻ ദൈവശാസ്ത്രത്തെ മുൻകൂട്ടി കണ്ടിരുന്നു. കൂടാതെ പരിശുദ്ധ മാതാവ് ത്രിത്വൈക ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും മധ്യസ്ഥയാണെന്നും ദൈവജനത്തിൻ്റെ വക്താവാണെന്നുമുള്ള സഭയുടെ ബോധ്യം വിശുദ്ധൻ്റെ ഉൾക്കാഴ്ചകളിൽ നിന്നും വികാസം പ്രാപിച്ചിട്ടുള്ളതാണ്. 1941 രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസികൾ വിശുദ്ധനെ ഓഷിറ്റ്സ് തടങ്കൽ പാളയത്തിൽ തടവിലാക്കി. ഒരു വലിയ കുടുംബത്തിൻ്റെ നെടും തൂണും പട്ടിണിക്കിട്ട് കൊല്ലുവാൻ വിധിക്കപ്പെട്ടവനുമായ ഒരു കുടുംബനാഥൻ്റെ ജീവന് പകരമായി തൻ്റെ സ്വന്തം ജീവൻ നൽകുവാൻ അവിടെ വെച്ച് വിശുദ്ധൻ സന്നദ്ധനായി. അതേ തുടർന്ന് നാസികൾ വിശുദ്ധനെ പട്ടിണിക്കിട്ടെങ്കിലും പട്ടിണി മൂലം വിശുദ്ധൻ മരിക്കാത്തതിനെ തുടർന്ന് 1941 ഓഗസ്റ്റ് 14 മാരകമായ വിഷം കുത്തിവെച്ചാണ് വിശുദ്ധനെ കൊലപ്പെടുത്തിയത്. 1982 ഒക്ടോബർ 10 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാക്സിമില്യൻ കോൾബയെ കാരുണ്യത്തിൻ്റെ രക്തസാക്ഷി എന്ന നിലയിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പത്രപ്രവർത്തകർ, കുടുംബം, തടവറയിൽ കഴിയുന്നവർ, സത്യത്തിനു വേണ്ടി പോരാടുന്നവർ, ലഹരിക്ക് അടിമയായവർ തുടങ്ങിയവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ മാക്സിമില്യൻ കോൾബെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാക്സിമില്യൻ കോൾബെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഏറ്റവും വിശ്വസ്ത പുത്രൻ, അസീസിയിലെ യാചകൻ, ദൈവത്തോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചു. അങ്ങ് വിരോചിതമായ പുണ്യങ്ങൾ പരിശീലിച്ചും യഥാർത്ഥ അപ്പസ്തോലിക പ്രവർത്തികൾ ചെയ്തും ജീവിതത്തിലൂടെ സഞ്ചരിച്ചു. അങ്ങയെ ബഹുമാനിക്കുകയും അങ്ങയെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നേരെ അങ്ങയുടെ നോട്ടം തിരിക്കണമേ. അമലോത്ഭവ കന്യകയുടെ പ്രകാശത്താൽ പ്രസരിച്ചുകൊണ്ട് അങ്ങ് എണ്ണമറ്റ ആത്മാക്കളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിനും അതുവഴി ദൈവരാജ്യം
ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്നതിനുമായി വിവിധ അപ്പസ്തോലിക പ്രയത്നങ്ങളിലേക്ക് അവരെ പരിചയപ്പെടുത്തി. നന്മ ചെയ്യുന്നതിനും അനേകം ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതിനും ആവശ്യമായ വെളിച്ചവും ശക്തിയും ഞങ്ങൾക്ക് ലഭ്യമാക്കണമേ. നമ്മുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തുവിനോട് തികച്ചും അനുരൂപപ്പെടുകയും ഐക്യപ്പെടുകയും ചെയ്ത അങ്ങ് അയൽക്കാരനോടുള്ള ഉയർന്ന സ്നേഹം കൈവരിച്ചു. യഥാർത്ഥ സുവിശേഷ ചാരിറ്റിയുടെ സാക്ഷ്യത്തിനായി ഒരു സഹതടവുകാരന് പകരമായി അങ്ങയുടെ ജീവിതം സ്വതന്ത്രമായി സമർപ്പിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞു. അതേ സ്നേഹാഗ്നിയിൽ നിറഞ്ഞ് നമ്മുടെ വിശ്വാസവും നല്ല മാതൃകയും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനോ നിത്യജീവൻ്റെ പ്രതിഫലം ഞങ്ങൾക്കായി ഉറപ്പാക്കാനും ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കണമേ. അവിടെ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിത്യമഹത്വത്തിൽ അവനെ സ്തുതിക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.